ഇതൊരു സ്വപ്നമാണ്, ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ്. അത് അതിൻ്റെ ഏറ്റവും ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് വെച്ചാൽ എത്തിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളെ രക്ഷിതാക്കളൊക്കെ അടക്കം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും, സ്കൂളിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ആൾക്കാരാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അത് ആളുകളെ മുന്നിൽ സ്ട്രൈക്ക് ചെയ്യണം. നമുക്ക് ഏതാണ്ട് 3000-ലധികം ടീച്ചേഴ്സിൻ്റെ പൂള് നമുക്കുണ്ട്. സത്യം അതാണ്. സാധാരണ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തിൽ പ്രതിസന്ധികളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പുതിയ സംഗതികളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. സത്യം. നമ്മളവർ പറയും നിങ്ങൾ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കഴിക്കണം, ഇന്ന സാധനങ്ങളൊക്കെ നമ്മൾ സംഗതികളൊക്കെ ചെയ്യണം. പക്ഷേ മരുന്ന് കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യാറില്ല. ഇപ്പോൾ നിലവിൽ സ്കൂൾ ഗുരുവിന് കോമ്പറ്റീഷൻ എന്ന് പറയാൻ ആരൊക്കെയാണുള്ളത്? നിലവിൽ നമുക്ക് ഒരുപാട് ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്കുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു അധ്യാപിക ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പം കോമ്പറ്റീഷൻ എന്നുള്ളതൊക്കെ നമ്മളെ മുന്നിൽ നമ്മൾ കോമ്പറ്റീറ്ററായിട്ട് നമ്മൾ ആരെയും കാണുന്നില്ല. കോമ്പറ്റീറ്റർ എന്നുള്ള നിലക്കല്ല, നമ്മളെ ഒരു മറ്റ് ബിസിനസ് എന്നുള്ള നിലക്ക് ഒരുപാട് ആളുകളുണ്ട്. ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറാനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബിസിനസ്സിനെയും പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കോമ്പറ്റീഷൻ എന്ന നിലയ്ക്ക് നമ്മൾ കാണണമെന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കങ്ങനെ എതിരാളികളൊന്നുമില്ല, എതിരാളികളായി കാണേണ്ടതില്ല. എല്ലാ ആളുകൾക്കും ഈ എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിസ്റ്റം തന്നെ, എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഇനിയും ഇതിലേറെ പുതിയ പുതുമകളുമായിട്ട് ആളുകൾ വരാം. അപ്പോൾ ആളുകൾക്ക് എൻട്രി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ സ്പേസിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടിൽ തന്നെ സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേക ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യമുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാപനം ഫുള്ളി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്? അതെ അതെ അതെ, തീർച്ചയായും. ഇന്ന് ഈ ഒരു നിലയിലെത്തിയപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനില്ല? എന്താ പറയുക, ഇതിൽ ശരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു മണി ഇൻകം ജനറേറ്റഡ് ബിസിനസ് എന്നതിലപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനിയനോടൊക്കെ ചിലപ്പം പറയാറുണ്ട്, ഒരുപക്ഷെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടെങ്കിൽ ഞാൻ പ്രവാസമൊക്കെ നിർത്തി നാട്ടിലൊരു വീടൊക്കെ എടുത്ത് നിൽക്കേണ്ട പൈസ ഏതാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു സ്വപ്നത്തിൻ്റെ ബാക്കിലാണ്. ആ സ്വപ്നം എന്ന് പറയുന്ന സാധനം, അതിലേക്ക് നമുക്ക് കിട്ടുന്ന, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംതൃപ്തിയുണ്ട്. നമ്മൾ ചെയ്തൊരു കാര്യത്തെ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു അവാർഡ് വാങ്ങിയ സമയത്ത് ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ 1ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ മുതൽ എൻ്റെ PG പഠിച്ച എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മളെന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യണം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ആളുകൾ വരിക എന്നതിലപ്പുറം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന, നമ്മുടെ വളർച്ചയിൽ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ ഒരു കഴിവല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിന് ഇഷ്ടപ്പെടുന്ന, ഈ മേഖലയിൽ ഇനിയും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആളുകൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളതിനങ്ങനെ ആ രീതിയിൽ ഓക്കെ എന്നാൽ നാളെ മുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ ബിസിനസ് എന്നുള്ള ആൾക്ക് അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പൈസ ഇതുവരെ വാങ്ങിയിട്ടില്ല. നിലവിൽ ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ഇനി ചിലപ്പം ചെയ്തുവിടാകുകയില്ല. അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൂടുതൽ. കാരണം അറിയാലോ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നിൽ നിന്ന് മികച്ചതിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പുതിയ മാർഗ്ഗങ്ങൾ ഇതിലേക്ക് എത്താനൊക്കെ വേണ്ടി വരും. ആളുകളുടെ അടുത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ളത് മാത്രം മതിയാവാതെ വരും. എപ്പോഴും ബൂട്ട് സ്ട്രാപ്ഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളാ പറഞ്ഞത്, നമ്മളെ ആവശ്യം അതാണ്. ഇപ്പം ഏതാണ്ട് ഞങ്ങൾ 2018 ഞാൻ പറഞ്ഞ പോലെ ജേണി തുടങ്ങി, സ്കൂൾ ഗുരു തുടങ്ങിയിട്ട് അവിടെ നിന്ന് കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4 വർഷമായി. ഇതുവരെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക്, കാരണം ടെക്നോളജി അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാവുന്നത്. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സംഗതികൾ പോവുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോകും. ഇനി അതല്ല, നല്ലൊരു ടീമൊക്കെ വരാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിന് ആക്സെപ്റ്റും ചെയ്യും. വെരി നൈസ്. ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ അവാർഡ് അതല്ലാതെ എന്തൊക്കെ അംഗീകാരങ്ങളാണ് സ്കൂൾ ഗുരുവിന് കിട്ടിയിട്ടുള്ളത്? മീഡിയ വൺ എന്നുള്ളത് നമ്മൾ മീഡിയ കുറച്ചും കൂടെ നമുക്ക് ഈ രീതിയിലേക്ക് ആളുകളിലേക്ക് എത്താൻ സഹായിച്ചൊരു അവാർഡാണ് മീഡിയ വണ്ണിൻ്റെ ബിസിനസ് എക്സലൻസ് അവാർഡ്. നമ്മൾ ഏതാണ്ട് ഒരു 2 മാസം മുന്നാണ് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഇൻസെപ്ഷൻ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം. ശരി, മൈക്രോസോഫ്റ്റ്. അതെ അതെ, മൈക്രോസോഫ്റ്റിൻ്റെ അത് ഒരു അവാർഡല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനാണ്.
കറക്റ്റ്. നമുക്ക് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ വളർത്താൻ ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഇതുപോലെയുള്ള മൈക്രോസോഫ്റ്റ് പോലെയുള്ള NVIDIA പോലെയുള്ള ഗൂഗിളൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. കാരണം നമുക്ക് നിങ്ങൾ ഒഫീഷ്യലായി സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിച്ചു. ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിച്ചതാണ്. കാരണം നിങ്ങളൊരു ഫിസിക്കൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കാൻ സാധ്യത. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പിച്ച് ഡെക്ക് അവർക്ക് കൊടുത്തു, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്താണുള്ളത്, നമ്മളെ പ്രൊജക്റ്റ് എന്താണ് എന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് കേരള രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് വേണം, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്, ആ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്ത് പ്രശ്നത്തെയാണ് നിങ്ങൾ പരിഹരിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യം അംഗീകരിക്കുന്ന സാധനം നിങ്ങളുടെ സൊല്യൂഷൻ അല്ല, നിങ്ങൾ കണ്ട എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നിങ്ങൾ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിലവിൽ അംഗീകരിക്കുന്നുണ്ട്, സിസ്റ്റം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു, അത് അവർ ആക്സെപ്റ്റ് ചെയ്തു. നമുക്കത് ആ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DPIIT വെച്ചിട്ടാണ് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നമ്മളതിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മൈക്രോസോഫ്റ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ ഒരുപാട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന, ഇതിലേക്ക് നമ്മുടെ ഈ വളർച്ചയിൽ സഹായിക്കാൻ പറ്റുന്ന, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നറിയുന്നതും. ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയത് NVIDIAയുടെ സെലക്ഷനായിരുന്നു. NVIDIAയിലും ഇതുപോലെ തന്നെ എന്തുണ്ട്, സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം ഉണ്ട്. അവരിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മുടെ പിച്ച് ഡെക്ക് നമ്മൾ കൊടുത്തു. അപ്പം അവർ നമുക്ക് മെൻറ്റർ സപ്പോർട്ട് തരും, മെൻറ്ററിങ് സപ്പോർട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ടീമിലേക്ക് നമുക്ക് അവരുടെ ട്രെയിനിങ്സ് ഉണ്ട്. ട്രെയിനിങ്സിലേക്ക് നമ്മുടെ മെമ്പേഴ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ ട്രെയിനിങ്സ് അവരുടെ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഹാർഡ്വെയർ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ, NVIDIA പ്രൊഡക്ട്സ് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും. അവരുടെ ഇവൻറ്റ്സുകൾ ഉണ്ടാവും. ഇവൻറ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യും പറ്റും, ഇൻവിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ VC ഫേംസ്, വെഞ്ചർ ക്യാപിറ്റലുകൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഏതെങ്കിലും സമയങ്ങളിലൊക്കെ അങ്ങനത്തെ ഇവൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊജക്റ്റ് അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അരീക്കോട് നിന്ന് തുടങ്ങി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഫൗണ്ടേഴ്സ് ഹബ്ബാണ്. മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഴ്സ് ഹബ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ നമുക്ക് ടെക്നോളജിക്കൽ സപ്പോർട്ടാണ് മെയിൻലി അവർ തരുന്നത്. ഏതാണ്ട് നമ്മളതിനൊരു വാല്യൂ ബേസ്ഡ് പറയുകയാണെങ്കിൽ $100K വാല്യൂ ഉള്ള പ്രൊഡക്ട്സാണ് നമുക്കവർ തരുന്നത്. നമുക്കതിൽ അസൂറിൻ്റെ ക്രെഡിറ്റ്സ് ഉണ്ട്. അസൂറിൻ്റെ ക്രെഡിറ്റ്സ് നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. പിന്നെ അതേപോലെ തന്നെ AI-യുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സുകൾ AI-യുടെ പ്രൊഡക്റ്റ്, കോപ്പൈലറ്റൊക്കെ വരുന്നുണ്ട്. കോപ്പൈലറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്ട്സുകൾ ബേസിക്കലി പേർക്സ് ആണ്. അവർ ഒരുപാട് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ അവരുടെ പ്രൊഡക്ട്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏതൊക്കെ രീതിയിലേക്കാണെന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഭാഗങ്ങളിലാണോ സപ്പോർട്ട് വേണ്ടത് ആ സപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യും അവർ നമുക്കതിലൂടെ നമുക്ക് തരുന്നു. ഏറ്റവും റീസെൻ്റ്ലി ഇപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് 7-ാം തീയതി ഡിസംബർ 7. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മളെ ഗൂഗിൾ ഇപ്പോൾ ഇതേ രൂപത്തിൽ നേരത്തെ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മുംബൈയിൽ വെച്ച് നടക്കുന്ന, മുംബൈയിൽ 10 മുതൽ 13 വരെ നടക്കുന്ന അവരുടെ സ്റ്റാർട്ടപ്പ് AI ഉണ്ട്, AI സമ്മിറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്തു, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ടീം അതിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഞാൻ നേരത്തെ അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് നമുക്ക് വളരാണ്. വെരി ഗുഡ്. കാരണം നമ്മൾ വിദ്യാഭ്യാസ രംഗത്താണുള്ളത്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി എല്ലാം അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു യാത്രയുള്ള സ്വപ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് AI ഗുരു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ വിർച്വൽ എഡ്യൂക്കേറ്റർക്ക് പുറമെ എന്ത് ചെയ്യാണ്, ഒരു AI ഗുരുവിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് പൈലറ്റ് സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതും എന്ത് ചെയ്യും, സൂൺ ആഫ്റ്റർ നമ്മളെ കുട്ടികൾക്ക് ലഭ്യമാവുകയും ചെയ്യും. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതെ, തീർച്ചയായിട്ടും. ഇതൊരു വലിയൊരു സംഭവമാണ്. കാരണം എസ്പെഷ്യലി ഡിജിറ്റൽ സ്പേസിൽ നിൽക്കുമ്പം ഒരുപാട് റാപ്പിഡ് ചേഞ്ചസ് വരുന്നൊരു മേഖലയാണ്.
അതിൽ ഔട്ട്ഡേറ്റഡ് ആകാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതിന് വേണ്ട ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ, ഞാനും മലപ്പുറത്തുകാരനാണ്, അരീക്കോട് പോലത്തെ ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയും ഇത്തരം രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മളെ കൂടെ ഞാൻ പറയുന്നല്ലോ, നമുക്ക് ഞാൻ നമ്മളെ ഒരു സുഹൃത്തിനോട് പങ്കുവെച്ചായിരുന്നു, നമ്മുടെ ക്വാളിറ്റിയുള്ള ഒരുപാട് പിന്നെ ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു ഭാഗത്ത് നമുക്ക് ജോലി സാധ്യതകൾ ഒരുപാട് ആളുകൾ കൊടുക്കും. എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തതോ പുറത്ത് ജോലിയിലേക്ക് പോകാൻ പറ്റാത്തതോ ഒക്കെ സാഹചര്യങ്ങൾ ആൾക്കാരുണ്ട്. അവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അറൗണ്ട് മന്ത്ലി 15,000 മുതൽ 20,000 രൂപ വരെ അവർ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ മേഖലയിൽ ഇരുന്ന് സമ്പാദിക്കുകയാണ്. നമ്മളത് നമ്മളൊരു ഭാഗത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നതോട് കൂടി തന്നെ വേറൊരു ഭാഗത്ത് ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. എക്കണോമിക് അപ്ലിഫ്റ്റിംഗ് ആണ് ടോട്ടലി നടക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ അടുത്തുള്ള ആളുകളുണ്ട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്, നമ്മൾ അധ്യാപകരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകളുടെ സപ്പോർട്ട് എന്നുള്ള നിലക്കാണ്, രണ്ട് നിലക്ക് ആ ഒരു ഫാമിലി അവിടെ അപ്ലിഫ്റ്റ് ആവുന്നുണ്ട്. സെയിം ടൈമിൽ വിദ്യാഭ്യാസം എന്നുള്ള നിലക്ക് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡീഷണലി അവർക്ക് സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മൾ ഇപ്പം പേരൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രെയിനിങ്സ് വെക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മളൊരു ക്ലാസ് ഒരു ട്യൂഷൻ കൊടുക്കുക എന്നതിലപ്പുറം ആളുകൾക്ക് ഒരു പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ എന്താണോ, സൈക്കോളജിക്കലി സപ്പോർട്ട് എന്ത് കാര്യങ്ങളാണ് വേണ്ടത്, അവരുടെ കരിയർ എൻഹാൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്താണോ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം നമ്മൾ പലപ്പോഴും സ്കൂളിനെ കുറിച്ചും അക്കാഡമിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളൊരു സംഗതി അറിയുന്നത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സ്കൂളുകൾക്ക് അത്തരം മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് ചിലപ്പോൾ ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഇത്തരം സ്റ്റാർട്ടപ്പുകളും പുതിയ ടെക്നോളജികളും വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് നല്ലതാണ്. അത് അമീർ ഷാജി പറയുന്നത് കേൾക്കുമ്പോൾ ആ ഒരു ബെറ്റർമെൻറ്റ്, അതായത് മൊത്തം എക്കണോമിക്കും പ്ലസ് എഡ്യൂക്കേഷൻ സൈഡിലും കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുന്ന ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റം, നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ എഡ്യൂക്കേഷൻ രംഗത്തൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം പൊളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കറക്റ്റ്. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞ സാധനം, കാരണം നമുക്കറിയാം പോരായ്മകളുണ്ട്, നമ്മുടെ നിലവിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പോരായ്മകളുണ്ടെന്നറിയാം. അവിടെ കുട്ടികൾ പഠിക്കുക എന്നതിലപ്പുറം ഇപ്പോൾ ഇന്ന് ഞാനൊരു ഇതിലിങ്ങനെ വീഡിയോയിൽ കണ്ടാൽ ചില ആൾ നമുക്ക് സ്കൂളുകളിൽ നിന്ന് ശരിക്കും കൊടുക്കുന്ന വിദ്യാഭ്യാസം, നമ്മളെ സ്കൂൾ വിദ്യാഭ്യാസത്തെ മോശമാക്കി പറയല്ല, സ്കൂൾ വിദ്യാഭ്യാസത്തെ അധ്യാപകരെ മോശമാക്കി പറയല്ല, എന്നിരുന്നാൽ കൂടി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോരായ്മ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം, അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഗ്യാപ്പിനെ നമ്മൾ അനാലിസിസ് നടത്തുകയും നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ഭാഗത്തു നിന്ന് നമുക്കതിനെ ഏതൊക്കെ രീതിയിലേക്കാണോ ചെയ്യാൻ പറ്റുന്നത്, നമുക്കറിയാം. ഇപ്പോൾ ഈ അധ്യാപകർ തന്നെയാണ് എല്ലാ സ്ഥലത്തും പിന്നെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ, സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുടെ ട്യൂഷന് സാധാരണ നമുക്കറിയാലോ, ആൾക്കാരെ കംപ്ലൈൻറ്റ് ഉണ്ടാവും, സ്കൂളിൽ പഠിക്കണില്ല, ട്യൂഷനിൽ പോയാൽ പഠിക്കണില്ല. സ്കൂളിലേക്കായിട്ടോ അല്ലെങ്കിൽ ട്യൂഷന് പഠിക്കുന്ന അധ്യാപകർ വേറെ അധ്യാപകരൊന്നുമല്ലോ, അവർ പുറത്തുനിന്ന് ഏരിയൻസ് ഒന്നും വരുന്നതല്ല. അപ്പം എവിടെയോ പ്രശ്നമുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് വെച്ചാൽ മാറ്റാൻ കഴിയില്ല. അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഗത്ത് നിന്ന് സ്കൂൾ ഗുരു എന്നൊരു സംരംഭം എന്നുള്ള നിലക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഗത്ത് നിന്ന് കഴിയുന്ന കാര്യങ്ങൾ, സപ്പോർട്ട് കാര്യങ്ങൾ ആ ഭാഗത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സ്കൂൾ ഗുരുവിനെ എത്ര രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു? ഇന്ന് നമ്മൾ GCCയിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളുണ്ട്. പിന്നെ അതിന് പുറമെ തന്നെ UK നമുക്ക് കുട്ടികളുണ്ട്, US കുട്ടികളുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഞാൻ തുടക്കത്തിൽ ഭാഗത്ത് പറഞ്ഞു, നമ്മളെ മോട്ടോ തന്നെ അതാണ്, കുട്ടികൾക്ക് എവിടെ നിന്നുകൊണ്ടും പഠിക്കാം, അവരുടെ സമയത്ത് എന്ത് ചെയ്യാം പഠിക്കാം, അവരുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ പേഴ്സണൽ ലൈഫ് എങ്ങനെ പോകുന്നു? എല്ലാ ഓൺട്രപ്രണറിനും ഉണ്ടാകുന്ന ഒരു വലിയൊരു ചാലഞ്ചാണല്ലോ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സാധനം. എത്ര കുടുംബം എങ്ങനെയാണ്, കുട്ടികൾ, അതുപോലെ എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളത് ചോദിച്ചാൽ വളരെ പിന്നെ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം എന്നാണ്. എന്നിരുന്നാലും ഭാര്യ, 3 മക്കളാണ്. ഒരു മൂത്ത ആൾ പെൺകുട്ടിയാണ്, 2 ആളുകൾ പിന്നെ 2 ആൺകുട്ടികളാണ്.
ഒരാൾ മൂത്താൾ 8 വയസ്സ് കഴിഞ്ഞു. എല്ലാവരും സ്കൂൾ ഗുരു സ്റ്റുഡൻസ് ആണോ? സ്കൂൾ ഗുരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പം എല്ലാ ആളുകളും ട്യൂഷൻ എടുക്കേണ്ട കുട്ടികളൊന്നും ആയിക്കൊള്ളുന്നില്ല. ആളുകൾക്ക് താല്പര്യമുള്ള ഇതിനും എന്തെങ്കിലും തന്നെയാണ്. അപ്പം നമ്മളടുത്ത് വരുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിക്വയർമെൻറ്റ് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പം ആ ആളുകൾ എല്ലാ ആൾക്കാരും ഇതിലേക്ക് കൃത്യമായിട്ട് എത്തി. നമ്മളെ ആൾക്കാർ ചോദിക്കും, നമ്മളെ കുട്ടികൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ കുട്ടികൾ പഠിക്കും ഇല്ല. ചെറിയ മൂത്ത ആൾ ചിലപ്പോൾ ഇവർക്ക് ട്യൂഷൻ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ നിലക്കുള്ളതുണ്ട്. മക്കൾ പിന്നെ സപ്പോർട്ടീവാണ്, അവർക്കറിയാം നമ്മളെ ഈ സംഗതികൾ അറിയാം. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലക്ക് അതിന് ഒരുപാട് പെയിൻ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് പിന്നെ ഒരു ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴേ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോഴേ നമുക്കതിനെ പിന്നെ ഒരു ആസ്വദിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. കുടുംബത്തിന് അറിയാം, മക്കൾക്കറിയാം. അവർക്കൊക്കെ ഇങ്ങനെ അവരിത് കേൾക്കുമ്പോഴും ഈ സാധനങ്ങളൊക്കെ നമ്മളിത്തരം യാത്രകളൊക്കെ ഇങ്ങനെയുള്ള അറിയണമ്പോഴൊക്കെ അവർക്കും ഒരുപാട് സന്തോഷമുള്ള സംഗതിയാണ്. പിന്നെ കൂടെയുള്ളത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയനാണ്. പിന്നെ ഈ ഇതിൻ്റെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഫാമിലി സപ്പോർട്ടഡാണ് എല്ലാ ആൾക്കാരും ഇതിൽ. അങ്ങനെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റുന്നത്. ഈ ഓൺടർപ്രണറിൻ്റെ ഒരു പ്രഷർ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പം മുന്നോട്ട് പോകാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? വായനാശീലം ഉണ്ടോ? പുസ്തകങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊള്ളുന്നുണ്ടോ? അതോ ഇതുപോലെയുള്ള പോഡ്കാസ്റ്റുകളൊക്കെയാണോ നിങ്ങളെ മുന്നോട്ട്? അല്ല, വായന എന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കും. ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. നിലവിലുള്ള സിസ്റ്റത്തെ നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ മുന്നിൽ പിന്നെ എത്രയോ ജെൻസുകളുണ്ട്. ഇപ്പോൾ ബൈജൂസൊക്കെ പോലെയുള്ള ജെൻസ് നമ്മളെ മുന്നിൽ വന്നു പോയതാണ്. അതെ. അപ്പോൾ ഓരോന്നിലും നമുക്ക് പഠിക്കാനുള്ള സംഗതികളുണ്ടാവും. ഫെയിലിയറുകളിൽ നിന്ന് പഠിക്കാനുണ്ടാവും, പിന്നെ സക്സസ്സിൽ നിന്ന് പഠിക്കാനുണ്ടാവും. ഒരുപാട് ആളുകളിലാണ്. അപ്പോൾ ബൈജൂസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത്, ഇനീഷ്യലി നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ പല കാര്യങ്ങളും കോപ്പി ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. അവരുടെ പ്രൊഡക്റ്റിൽ നിന്ന്, അവരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ അസൂയയുടെ പിന്നെ ബൈജൂസിൻ്റെ വളർച്ചയെ നമ്മൾ കാണാം. കാരണം ഒരുപാട് നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ദൂരത്തുള്ളതാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ ആ രീതിയിലേക്കാണ്. നമ്മൾ ബൈജൂസിൻ്റെ ഇങ്ങനെ ആ ജേണിയെ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ ഭയങ്കരമായിട്ട് കുട്ടികളുണ്ടായിട്ടും എങ്ങനെ ബൈജൂസ് പരാജയപ്പെട്ടത് അല്ലേ? എല്ലാ ആളുകൾക്കുള്ള സംശയം, എന്തുകൊണ്ട് ബൈജൂസ് പരാജയം? പൈസ ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധനികരെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പിന്നെ ആളുകളിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ്. ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സുക്കൻബർഗിൻ്റെ അവരുടെ പിന്നെ ടീം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആലിബാബയുടെ പിന്നെ ഫൗണ്ടർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, വലിയൊരുപാട് കമ്പനികൾ, ഈവൻ രാജ്യങ്ങളടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക വെച്ചാൽ ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ ടീമിനോടും പറയാറുള്ളത്, നമ്മളൊന്നും ഓവറായിട്ട് എന്ത് ചെയ്യരുത്, ആളുകൾക്ക് ഓഫർ ചെയ്യരുത്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ, നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ഓഫർ ചെയ്യുക. ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. എങ്ങനെയെങ്കിലും ആളുകളെ നമ്മളതിലേക്ക് കൊണ്ടുവന്ന് ചേർത്തിയിട്ട്, ഓക്കെ ഞങ്ങൾ ഇന്ന സാധനങ്ങളുണ്ട്, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുട്ടികളെ ചേർക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കൊടുക്കാഞ്ഞാൽ അതവിടെ കഴിഞ്ഞു ആ സർവീസ്. ഞങ്ങളുടെ മുന്നോട്ട് വന്നതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം സ്റ്റുഡൻസ് വന്നത് നമ്മുടെ ടീമിൽ നിന്ന് കണക്റ്റഡായിട്ട് വന്ന ആളുകളാണ്. ഒരു സ്റ്റുഡൻസ് വന്നു, അവരെ കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ആളുകൾ വന്നു, അവർ കണക്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ, അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തത് കൂടുതൽ സ്റ്റുഡൻസ് വന്നത്. അപ്പോൾ അത് നമ്മുടെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബൈജൂസൊക്കെ പറ്റിയെന്ന് വെച്ചാൽ, ബൈജൂസ് അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തു, പിന്നെ പൈസ വാങ്ങി കയ്യിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തില്ല, അവർക്ക് പിന്നെ ചിലപ്പം തിരിഞ്ഞു നോക്കാതെ വന്നു. പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബാക്ക് ഫൈനാൻഷ്യൽ ബാക്ക് സംഗതികളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മുന്നിൽ നമ്മൾ കാണുന്ന ഒരുപാട് സംഗതികളിൽ നിന്ന് നമ്മൾ പഠിക്കും. അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സാധനങ്ങൾ, നമ്മളിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത്തരം കാര്യങ്ങൾ പഠിക്കും. എനിക്ക് പേഴ്സണലി ഞാൻ ടെക്നോളജിയിൽ പുതിയ സാധനങ്ങൾ വരുന്ന സമയത്ത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. വെരി ഗുഡ്. അത് ഇനിയിപ്പം എക്സ്പോ എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് പോയി കാണാനോ, അല്ലെങ്കിൽ പുതിയ ഇതിൽ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ അത് പഠിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പേഴ്സണലായിട്ടുള്ളൊരു സ്റ്റഡിയും പ്ലസ് മറ്റ് സംരംഭങ്ങളിൽ നിന്നുള്ള സക്സസ് ഫെയിലിയർ സ്റ്റോറീസും അതെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ജേണി ഈ സറാഹ പോഡ്കാസ്റ്റിൽ, ഫോക്കസിൻ്റെ ഈ പോഡ്കാസ്റ്റ് ഷോയിൽ വന്ന് നമുക്ക് ഈ വളരെ തിരക്കുള്ള സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ്, അതിന് വളരെയധികം നന്ദി. ഒരുപാട് സന്തോഷം നിങ്ങളെ കൂടെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ.
ഇതിൻ്റെ നമ്മളൊരു വലിയ യാത്രയിൽ ഇതുപോലെയുള്ള ഒരു യാത്ര ഇതിൻ്റെ കൂടെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സന്തോഷം ആളുകളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതും, അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും, കുറേ ആളുകൾ നമുക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തു നിന്നുള്ളത്. ഏതായാലും ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ ഭാഗമാക്കിയതിലുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. ഫോക്കസിൻ്റെ ഈ ഒരു പുതിയ സിറാഹ എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരട്ടെ എന്നും കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.